വീഡിയോസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പൊ നമ്മുടെ ഓരോ ബേസിക്സ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഗ്രാമറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ഒരു സെന്റൻസ് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടാവണം? വിഭക്തി പ്രത്യയം പഠിച്ചിട്ടുണ്ടാവണം. അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അതിൽ ഓരോ വിഭക്തി പ്രത്യയങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സേ നമ്മൾ പറഞ്ഞതാണ്, മേ പർ കെ ലിയെ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ നമ്മൾ ടോട്ടൽ എത്ര വിഭക്തി പ്രത്യയം ഉണ്ട് എന്നുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അതിൽ സേയും മേയും പരും കേലിയും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോ എന്ന് പറയുന്ന വിഭക്തി പ്രത്യയമാണ്. കോ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പഠിക്കുക? മാതൃഭാഷയിൽ പഠിക്കാൻ വേണ്ടി നോക്കുക വിഭക്തി പ്രത്യയം. കാരണം ഇംഗ്ലീഷിൽ പഠിച്ച് നമുക്ക് കണക്ട് ആവത്തില്ല. എപ്പോഴും മലയാളത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ വേർഡ്സ് മലയാളത്തിൽ എന്താണ് ഒരു സെന്റൻസ് ആലോചിക്കുകയാണെങ്കിൽ അതെങ്ങനെ ഈ ഒരു രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക? അത് ഹിന്ദിയിലേക്ക് മാറ്റി എഴുതാം, ബുദ്ധിമുട്ടുള്ള മക്കൾ കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മുടെ കോയുടെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. നോക്കിക്കേ, ക് ന് ലേ യേ ഇങ്ങനെ പഠിച്ചാൽ മതി. കൊക്കിന് ലേ നേ യേ എന്ന് പഠിച്ചാൽ മതി. കൊക്ക് ന് ലേ യേ നേ എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇത് എവിടെയൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെയെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. നോക്ക, അവൾക്ക് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ കോയാണ് ഉപയോഗിക്കുക. ഹിന്ദിയിൽ അവൾക്ക് നോക്ക ഉസ്കോ എന്നാണ് നമ്മൾ പറയുക. അതേപോലെ തന്നെ അവന് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉസ്കോ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് എങ്ങനെ എടുക്കാം? കുട്ടൂസന് എന്ന് നമുക്ക് പറയണമെങ്കിൽ കുട്ടൂസൻ കോ എന്നാണ് നമ്മൾ ഉപയോഗിക്കുക, കുട്ടൂസന്. അതേപോലെ എന്താണ് അവളെ എന്നുള്ളതിന് നമ്മൾ എന്ത് തന്നെ ഉപയോഗിക്കുക? ഈ കോ തന്നെ ഉപയോഗിക്കുക. അവനെ അല്ലെങ്കിൽ കുട്ടൂസനെ, അമ്മുവിനെ, നെ എന്നുള്ള സൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കോ തന്നെയാണ് ഉപയോഗിച്ചു കൊടുക്കുക അല്ലെ. അല്ലാതെ എന്താണ് അവരുടെ പേര് മാത്രം കുട്ടൂസൻ ദേക്കോ എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. കുട്ടൂസൻ കോ ദേക്കോ, കുട്ടൂസനെ നോക്കൂ, നെ ആ കണക്റ്റിംഗ് വേർഡ് നിർബന്ധമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം അല്ലെ. അപ്പോൾ ഈ ഒരു കാര്യം മക്കൾ എന്തായാലും പഠിച്ചു വെക്കുക. അതിന് പറ്റിയിട്ടുള്ള എക്സാമ്പിൾസ് പറയുമ്പോൾ കുറച്ചുകൂടി കൃത്യമാവും. നോക്കിക്കേ, കുട്ടൂസൻ കോ ദേക്കോ. സാധാരണ ലെവലിൽ നമ്മൾ എന്താണ് ഒരാളെ നോക്കൂ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? കണക്റ്റിംഗ് വേർഡ് ആയിട്ടുള്ള കോ നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. കുട്ടൂസനെ നോക്കൂ, നെ, കുട്ടൂസനെ. ഓക്കെ, കുട്ടൂസൻ കോ ദേക്കോ എന്നാണ് നമ്മൾ എഴുതുന്നത്. അതേപോലെ മായയെ നോക്കൂ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ മായയെ എന്നുള്ള അവനെ എന്നുള്ളത് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മായ കോ ദേക്കോ. ഓക്കെ, അതേപോലെ മൂന്നാമത്തെ കുറച്ച് വ്യത്യാസമുണ്ട്. ഉസ്കോ ദേദോ, അവൾക്ക് കൊടുക്കൂ. ഇത് എനിക്ക് വേണ്ട, അവൾക്ക് കൊടുക്കൂ. ഉസ്കോ ദേദോ എന്ന് നമ്മൾ പറയാണ്. ഉസ്കോ ദേദോ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഓക്കെ, ഒരു ചെറിയ കാര്യം കൂടി മിസ് പറയാം ഇവിടെ. ഉസ്കോ എന്ന് പറയുന്നത് നമ്മുടെ വഹ് പ്ലസ് എന്താണ്? കോ ആണ് കേട്ടോ. ഓക്കെ, എന്താണ്? വഹ് പ്ലസ് കോ ആണ് എന്തെന്ന് പറയുന്നത്? ഉസ്കോ എന്ന് പറയുന്നത്. ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഉസ്കോ എന്ന് നമ്മൾ പറയാറ് കേട്ടോ. ഉസ്കോ വഹ് പ്ലസ് കോ ആണ്. വഹ് എന്ന് വെച്ചാൽ എന്താണ്? അതെ, ഷീ, ഹി എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലെ. ഷീ, ഹേ, എറ്റ് എന്നുള്ള അർത്ഥമൊക്കെയാണ് നമുക്ക് വഹിന് വരുന്നത്. അവൾക്ക് കൊടുക്കൂ, ഉസ്കോ ദേദോ എന്ന് പറയാൻ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ആണ്. നോക്കിക്കേ, ചോട്ടാ ഭീം കു ലഡ്ഡു പസന്ത് ഹേ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒന്ന് അവന് കൊടുക്കൂ, അവൾക്ക് കൊടുക്കൂ, അവർക്ക് കൊടുത്തോളൂ എന്നുള്ള പോലെ. അല്ലെങ്കിൽ എന്താണ്? അവളെ നോക്കൂ, അവനെ നോക്കൂ, ഉസ്കോ ദേക്കോ എന്നുള്ള പോലെ അല്ലെ. വേറൊരു രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഇങ്ങനെയാണ്. ചോട്ടാ ഭീം കു ലഡ്ഡു പസന്ത് ഹേ. ചോട്ടാ ഭീമിന് അത് ഇഷ്ടമാണ്. അവന്, അവൾക്ക്, അല്ലെങ്കിൽ അമ്മയ്ക്ക്, അച്ഛന്, അതിന്, ആ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ? കോ ആണ് ഉപയോഗിക്കാറ്. സേ ഒന്നും പോയി എഴുതി വെക്കാൻ പാടില്ല. പലർക്കും സേ ഒക്കെ എഴുതി വെക്കാറുണ്ട്, തെറ്റാണ്. കോ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നോക്കിക്കേ, ചോട്ടാ ഭീം കോ ലഡ്ഡു പസന്ത് ഹേ. ചോട്ടാ ഭീമിന് എന്ത് ഇഷ്ടമാണ്? ലഡ്ഡു പസന്ത് ഹേ. കോ ലഡ്ഡു പസന്ത് ഹേ, അവന് അത് ഇഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഉപയോഗിക്കും അല്ലെ. അതേപോലെ നോക്കിക്കേ, ലാസ്റ്റത്തെ ബച്ചോം കോ സ്കൂൾ ജാനാ ഹേ. കുട്ടികൾക്ക് സ്കൂളിൽ പോകണം. മക്കൾ നോക്കണത് ക് ന് ലേ യേ ഈ ഒരു സംഭവം എവിടൊക്കെ വരുമോ അവിടെയൊക്കെ നമ്മൾ കോയാണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് ആലോചിക്കേണ്ടത് കേട്ടോ. നോക്കിക്കേ, എന്താണ്? ബച്ചോം കോ കുട്ടികൾക്ക് സ്കൂൾ ജാനാ ഹേ, സ്കൂളിൽ പോകണം. കോ നമ്മൾ അവിടെ ഉപയോഗിച്ചു അല്ലെ. അപ്പൊ കോ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം മക്കൾ? നന്നായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അപ്പം എന്താണ്? ഒരു സെന്റൻസ് ആലോചിക്കുന്നു,
അവൾക്ക് അതാണ് എന്ന് പറയുന്ന സമയത്ത് അവൾക്ക് ക്ക് വരുമ്പോൾ എന്താണ് ഓക്കെ എസ്കോ ആണ് എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ ശ്രമിക്കണം. സേയോ നേയോ അങ്ങനെ എന്താണ് വേറെ ഒരു എന്തും വിഭക്തി പ്രത്യയം എഴുതി വെക്കാൻ പാടില്ല. കോ ആണ് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ യെസ്. അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.